ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമില്ല, ഓറിയോ കേക്ക് റെസിപ്പി. നമ്മുടെ വായിലോട്ടിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. കൊക്കോ പൗഡറിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. സാധാരണ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത്. ഫ്രൈ പാനാണെന്ന് കരുതിയിട്ട് സോഫ്റ്റായിട്ട് വരുമോ എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല സൂപ്പർ സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രുചിയുമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ല രുചിയുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 ഓറിയോ ബിസ്ക്കറ്റാണ് ഫസ്റ്റിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ കൊക്കോ പൗഡർ അല്ല ഈ കേക്കിൽ ചേർക്കുന്നത്, നമ്മൾ ഓറിയോ ബിസ്ക്കറ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയും ഈ ഒരു കേക്കിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഈ ക്രീം അങ്ങ് മാറ്റണം. ക്രീം വേണ്ട. ഞാൻ ക്രീം വെച്ച് ഫുള്ളായിട്ട് ഒരെണ്ണം ഇപ്പോൾ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ കേക്കാണ് ചെയ്യുന്നത്. അത് കുളമായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം വേണ്ട, അതങ്ങ് മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ബിസ്ക്കറ്റിനെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഏകദേശം 1.5 കവർ ബിസ്ക്കറ്റ് ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് പൊടിച്ചെടുത്ത ഈ ഒരു പൊടിയുണ്ടല്ലോ, ഇത് കറക്റ്റ് ഒരു കപ്പും 2 ടേബിൾ സ്പൂൺ അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ബൗളിലിട്ടു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തന്നെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർക്കാം. അടുത്തത് ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച അതേ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചുകൊണ്ടാണ് ഈ കളറ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കണം. എന്നിട്ട് വിനാഗിരി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഞാൻ എത്രയാണ് ഇതിൽ ചേർത്തത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് മിക്സ് ചെയ്യാതെ പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കറക്റ്റ് 1 കപ്പ് പാലാണ് നമ്മൾ ഈ കേക്ക് ബാറ്ററിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 1/2 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ, ഒരുപാട് ലൂസായിട്ടിരുന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലെ കേക്ക് വരില്ല. ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഞാൻ ഫസ്റ്റിൽ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇത് ഇളകി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടത്. അപ്പോൾ ഇനി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ബേക്ക് ചെയ്യണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്ത് വരും. അപ്പോൾ തന്നെ ബട്ടർ പേപ്പർ ഞാൻ അടുത്തതിനുള്ളതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം മതിയാവും. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കുക ആയിട്ടുണ്ടോ എന്ന്. ഒരുപാട് ടൈം ഇട്ടങ്ങ് മൊരിച്ചെടുക്കാൻ പാടില്ല. ഒന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ. 15 മിനിറ്റ് വേണ്ടി വന്നില്ല, ഒരു 12-13 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പർ എടുത്താൽ മതിയല്ലോ. എന്നിട്ട് അടുത്ത ബട്ടർ പേപ്പർ ഇടുക. പിന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബാറ്റർ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 10 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് 3 എണ്ണമാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കണം. കണ്ടോ, നല്ലപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുമ്പം കേക്കൊക്കെ പൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി കേക്കിനെ ഒന്ന് കട്ട് ചെയ്യണം, ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. ഇതുപോലുള്ള കട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൗൾ വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതിയാവും. അപ്പോൾ അത് ഈ ഒരു തിക്നെസ്സാണ് ഈ ഒരു കേക്കിനുള്ളത്. കണ്ടോ, ഇതുപോലെ 3 കേക്കും കട്ട് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടൊക്കെ ആറിയതിന് ശേഷം കട്ട് ചെയ്യാവൂ. അതിന് മുന്നേ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി കേക്ക് ഐസിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കണം. ഞാൻ ഏകദേശം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ക്രീം നല്ല തണുപ്പുള്ളതായിരിക്കണം. നമ്മുടെ വിസ്ക് ബൗളിലൊന്നും നനവ് പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതുപോലെ സ്റ്റിഫായിട്ട് വരത്തില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റിലെ 1 മിനിറ്റോളം ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. ഒരു മിനിറ്റ് കഴിഞ്ഞ് മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിൽ ഒരു 4-5 മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്റ്റിഫായിട്ട് വരും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഐസിങ് ഷുഗർ
നല്ല ഫൈനായിട്ട് പൊടിച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് നേരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് വേണം നിങ്ങൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തു. ഷുഗർ സിറപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കുക. നല്ല തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അങ്ങനെ എടുത്ത ഷുഗർ സിറപ്പാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല കഴിക്കുമ്പം ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ല ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. പിന്നെ ഇല്ലാത്ത ഭാഗങ്ങളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് വേണം ലെവലാക്കാൻ. അല്ലാതെ ഇത് തന്നെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ലെവലാക്കാൻ നിന്നാൽ കേക്ക് നല്ല ഫിനിഷ് ആയിട്ട് വരില്ല. കണ്ടത് ഈ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലുള്ള കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഓരോ തവണ അത് ഇതുപോലെ ആക്കുമ്പോഴും നിങ്ങൾ തുടച്ച് ഒരു തുണി അടുത്ത് വെച്ചേക്കുക. അത് വെച്ച് തുടച്ചിട്ട് വേണം ഇതുപോലെ ആക്കി കൊടുക്കാൻ. എന്നാലേ നല്ല ഫിനിഷായിട്ട് വരത്തുള്ളൂ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റായിട്ട് ഈ കേക്കിൻ്റെ സൈഡിൽ ഓറിയോ ബിസ്ക്കറ്റ് ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്താൽ നന്നായിട്ട് കിട്ടും. എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇതൊരു സ്റ്റാർ നോസിലാട്ടോ, ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യാണ്. അപ്പോൾ അതേ ഫുള്ള് വെച്ചു. ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് 4ആയിട്ട് പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുക കേട്ടോ, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. സിമ്പിൾ ഡെക്കറേഷനാണ്, എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ്. എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കേക്ക് ഗ്ലേസ് എടുത്തിട്ട് അതിൽ കുറച്ച് ബ്രൗൺ കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിപ്പം ഓറിയോ കേക്ക് എന്ന് എഴുതുന്നത്. ഇങ്ങനെ എഴുതിയാൽ ചുമ്മാ ഞാൻ എഴുതുന്നതന്നെ ഉള്ളൂ കേട്ടോ, ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് റെഡിയായി. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുന്നവർ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നല്ല 3 ലെയറായിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്യുക, ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന് സെർച്ച് ചെയ്ത് 1-2 വീഡിയോസ് ഒന്ന് തുടരെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ കിട്ടൂ. ഇപ്പം മിക്കവരുടെയും നോട്ടിഫിക്കേഷൻ ഓഫായി കിടക്കുകയാണ്. അപ്പം ഒന്ന് ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് ഇട്ടേക്കുക.